സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ചു. പുതിയുഗ കേരളം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. മിഷൻ സമുദ്ര എന്ന പേരിൽ 400 കോടി രൂപ നീക്കിവെച്ച് കേരളത്തെ പോർട്ട് സിറ്റിയാക്കും. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ നീക്കിവെക്കും. സ്വകാര്യ ബസ്സുകൾക്ക് ത്രൈമാസ നികുതിയിൽ 50% ഇളവ് നൽകും. വയോജനങ്ങളെ സംരക്ഷിക്കാനായി വയോജന വകുപ്പിന് 10 കോടി രൂപ നൽകും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ നീക്കിവെക്കും. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങളെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കും. കശുവണ്ടി മേഖലയിൽ സമഗ്ര പാക്കേജ്, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യം എന്നിവ നടപ്പാക്കും. സർക്കാർ ജീവനക്കാർക്ക് DA മുടക്കമില്ലാതെ നൽകും. പെൻഷൻ പദ്ധതി പരിഷ്കരിക്കും. മെഡിസെപ്പ് പരിഷ്കരിക്കും. പങ്കാളിത്ത പെൻഷനിൽ മാറ്റം വരുത്തും. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകും. ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹരിക്കാൻ 192.2 കോടി രൂപ വകയിരുത്തും. മലയാളം AI സംരംഭത്തിന് 10 കോടി രൂപ നൽകും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി, പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശവാസികൾക്കും പട്ടയം, മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത ദിവസങ്ങളിൽ സർക്കാർ വേതനം എന്നിവ ലഭ്യമാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. അധികം വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. ഇതിനായി ക്ഷീരമേഖലയ്ക്ക് 102.88 കോടി രൂപ അനുവദിക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ അനുവദിക്കും. അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ഓണറേറിയത്തിനായി 66.2 കോടി രൂപ നീക്കിവെക്കും. ആസൂത്രണ ബോർഡിനെ തിങ്ക് ടാങ്കായി പുനഃസംഘടിപ്പിക്കും. ജെൻസി ആൻഡ് ന്യൂജൻ ടെക്നോളജി വികസനത്തിനായി 50 കോടി രൂപ നൽകും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയവും ലാൻഡ് ബാങ്കും രൂപീകരിക്കും. ഭൂപരിഷ്കരണം 2 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായി മാറ്റം വരുത്തും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടി രൂപ അനുവദിക്കും. ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബിന് 200 കോടി രൂപ നൽകും. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കാനായി പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ മുൻനിരയിലുള്ള വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കും. തൊഴിൽ മേഖലാ പദ്ധതിക്കായി 2 കോടി വകയിരുത്തി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ രൂപീകരിക്കും. കൊച്ചി വിമാനത്താവളത്തിൽ ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ, ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പ്രത്യേക സെൽ സ്ഥാപിക്കും. കോളേജുകളിലെ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആപ്പ് ഉണ്ടാക്കും. അടുത്ത 5 വർഷത്തേക്കുള്ള സംസ്ഥാനത്തിന്റെ ദിശാസൂചികയാണ് ബജറ്റെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. TCV തൃശൂർ.